നമുക്ക് ആരംഭിക്കാല്ലേ? സ്റ്റേറ്റ് കാശില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ഇപ്പൊ നമ്മളെയാണല്ലോ മച്ചമ്പി. നാം പ്രതിമ നിർമ്മിച്ചും നാം മ്യൂസിയം നിർമ്മിച്ചും കോടികൾ ചെലവഴിക്കുന്ന ഒരു നാട്ടിൽ നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. ഷാജഹാൻ എന്നൊരു ഭരണാധികാരി പണിത ഒരു താജ്മഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് പണിയാൻ തുടങ്ങിയിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഷാജഹാന്റെ പൊടി പോലും കിട്ടുമായിരുന്നു. ഞാനത് ചോദിക്കരുതായിരുന്നു. പട്ടിണിയില്ലാത്ത കാലത്തായിരുന്നു അത് പണിതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് ചില കാര്യങ്ങൾ ഏത് ദാരിദ്ര്യത്തിലും ചെയ്യേണ്ടി വരും എന്ന അഭിപ്രായമുണ്ട് എനിക്ക്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബഹിരാകാശ ഗവേഷണം ഇന്ത്യയിലെ പട്ടിണി മുഴുവൻ മാറിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കല് നമുക്ക് നമ്മുടെ ദാരിദ്ര്യം എല്ലാം മാറിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ രാഷ്ട്രത്തിൽ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. ഇപ്പൊ മനസ്സിലായാന്ന്. നിങ്ങള് ഈജിപ്ത് എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് എന്താണ്? പിരമിഡ്. അത് നിനക്ക് അറിയാമായിരുന്നു, ഏകദേശം അറിയായിരുന്നു. സത്യത്തിൽ എത്ര വേസ്റ്റ് ആയിരുന്നു അത്, അല്ലെ? അത് പണിത കാലത്ത് എത്ര വേസ്റ്റ് ആയിരുന്നു. ഒരു ഭരണാധികാരിയെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ആകാശം മുട്ടുന്നൊരു സാധനം പണിതു വെച്ചു എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ വലിയൊരു സമ്പദ്ഘടന ചലിക്കുന്നത് ആ വേസ്റ്റിന്റെ പുറത്താണ്. അവിടുത്തെ ഏറ്റവും പ്രധാന ഇംഗങ്ങളിൽ ഒന്ന് ടൂറിസമാണ്. അതിന്റെ പ്രധാന കാരണം ഈ പിരമിഡാണ്. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നമ്മളുടെ ചിന്താഗതി മാറ്റണം. ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന നിർമ്മിതികളും വേണം ഇവിടെ. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? അതിനൊക്കെയുള്ള വകുപ്പ് ഇവിടെ ഉണ്ടെന്നേ. കാട്ടുപിടിക്കാതിരുന്നാ മതി. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ഈ മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, ഈ മനുഷ്യൻ മന്ത്രി ആയിരുന്നെങ്കിൽ, എന്നാൽ അങ്ങനെ ഒരു ആയാൽ എന്ത് സംഭവിക്കാം? എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാം. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. കേരളത്തിലെ ഭരണ സംവിധാനത്തെ മൊത്തം ഉടച്ചു വാർത്തെങ്കിലേ കേരളം നന്നാവുള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മ, സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കാനുള്ള സംവിധാനം ഇല്ലായ്മ, എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം എനിക്ക് തോന്നി. അപ്പോൾ ഭരണ സംവിധാനം എല്ലാം ആധുനികമായ ടെക്നോ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പറ്റുന്ന രീതിയിലല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. ഡൽഹി ഭരണ സംവിധാനം മുതൽ ഇങ്ങ് കേരളത്തിലെ ഭരണ സംവിധാനം വരെയുള്ളത് പൊളിച്ചു പണിയേണ്ട സമയം കഴിഞ്ഞു. ടൂറിസം പോലുള്ള കാര്യങ്ങളിൽ പോലും എത്രയോ ഗംഭീര ആശയങ്ങൾ നമുക്കിവിടെ നടപ്പാക്കാം. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അതിന് ഞാനൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് നടക്കില്ല. ഈ സംവിധാനം പരിഷ്കരിക്കണം. ഇന്ത്യക്ക് മുഴുവൻ അഭിമാനം തോന്നും ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. അതുകൊണ്ട് സിൽവർ ലൈനും വേണമെന്നില്ല. വന്ദേ ഭാരതിന് ഈ ട്രെയിനിന് സ്പീഡ് കൂട്ടാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. യദം വലം നോക്കാതെ ചെയ്തിരിക്കും.